2017 ഒക്ടോബറിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേഗതയിൽ ഒരു വസ്തു കുതിച്ചുകൊണ്ട് നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോയി. റെക്കോർഡിക്കലി ഇത്തരത്തിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ആദ്യത്തെ വസ്തുവാണിത്. വസ്തുവിന് ശാസ്ത്രലോകം കൊടുത്ത പേരാണ് ഓമുവാമുവ. ഈ ഫുൾ വീഡിയോയിൽ ഈ പേര് ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ആയി പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനൊരു ഷോർട്ട് ഫോം ഇടുകയാണ്, ഓമു. ഓമുവിൻ്റെ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ പലരെയും ആശയക്കുഴപ്പത്തിലാക്കി. കാരണം ഇതെന്താണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വളരെ കഷ്ടപ്പെട്ടു. ഇപ്പോഴും അതെ, ഇതൊരു ആസ്ട്രോയിഡ് ആണോ, കോമറ്റ് ആണോ, അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഡൈവ് ഡീപ്പർ ഇൻടു ദ സയൻസ് ആൻഡ് മിസ്റ്ററീസ് ബിഹൈൻഡ് ഓമുവാമുവ ഓർ ഓമു. 2017 ഒക്ടോബർ 19 ഹവായിലെ പാൻസ്റ്റാർസ് 1 ടെലസ്കോപ്പ് എപ്പോഴത്തെയും പോലെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നാസ ഭൂമിക്ക് അടുത്തുകൂടി വരുന്ന ആസ്ട്രോയിഡ്, കോമറ്റ് പോലെയുള്ള നിയർ എർത്ത് ഒബ്ജക്റ്റുകളെ നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ടെലസ്കോപ്പുകളിൽ ഒന്നാണ്. സോ ഈ ടെലസ്കോപ്പ് അവിശ്വസനീയമാംവിധം വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ കണ്ടെത്തി. ഇതിനെ കണ്ടെത്തുന്ന ഈ ഒരു പോയിന്റിൽ ഈ വസ്തുവിൻ്റെ പൊസിഷനും സഞ്ചരിക്കുന്ന വേഗതയുമാണ് ആദ്യം കിട്ടിയത്. ഭൂമിയിൽ നിന്ന് 33 മില്യൺ കിലോമീറ്റർ അകലെ സെക്കൻഡിൽ 87.3 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിച്ചത്. ആദ്യമേ തന്നെ ഇതൊരു സാധാരണ വസ്തുവല്ല എന്ന് എല്ലാവരും അസ്യൂം ചെയ്തു. ഇതിനെ നിരീക്ഷിക്കാൻ ആഴ്ചകൾ കിട്ടിയാൽ ഭാഗ്യം എന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ വേഗത. കണ്ടപാടെ എല്ലാ ആൾക്കാരും ഈ വസ്തുവിൻ്റെ പുറകെയായി. അങ്ങനെ ഒക്ടോബർ 22 ഈ വസ്തു ഒരു ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വിച്ച് മീൻസ് ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസിൽ അല്ലാത്ത വസ്തു എന്നാണ്. ഇപ്പം നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു വസ്തു ആണെങ്കിൽ അത് സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമായ സൂര്യന് ചുറ്റുമായിരിക്കും റിവോൾവ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനൊരു വസ്തുവിനെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. സൂര്യനുമായിട്ട് ഗ്രാവിറ്റി പരമായ ഒരടുപ്പോ ഇത് കാണിക്കുന്നില്ല. അങ്ങനെ ഈ അസംഷൻസിൽ നിന്നെല്ലാം നമ്മുടെ ആദ്യത്തെ ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനെ കിട്ടി. അഫ്കോഴ്സ് റെക്കോർഡിക്കലിയാണ് ആദ്യത്തത്. കാരണം മുമ്പ് ഇതുപോലെ എന്തെങ്കിലും വന്നിട്ട് രേഖപ്പെടുത്താനുള്ള ടെക്നോളജി നമുക്കില്ലാതിരുന്നോ എന്നറിയില്ലല്ലോ. എനിവേ, ആദ്യത്തെ ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് ഇത് വളരെ എക്സൈറ്റിംഗ് ആണ്, റൈറ്റ്? നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് നിന്ന് വന്നുവെന്ന് ഉറപ്പുള്ള ഒരു വസ്തുവാണിത്. മറ്റ് സ്റ്റാർ സിസ്റ്റം എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ ഉണ്ടാവാം, അതിൻ്റെ ഒക്കെ ഗ്ലിംസ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഇത്. നമുക്കെന്തായാലും സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്ത് പോയി ഒന്നും പഠിക്കാൻ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് പറ്റില്ല. സെക്കൻഡിൽ 19 കിലോമീറ്റർ വേഗത്തിൽ പോയിട്ട് വോയേജർ 2 ഭൂമിയിൽ നിന്ന് നെപ്റ്റ്യൂണിലെത്തിയത് 12 വർഷം എടുത്തിട്ടാണ്. സോ ഒരു ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ഇങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ അടുത്ത് കിട്ടുക എന്ന് പറയുന്ന ഡിസ്കവറി ഇറ്റ് ഈസ് ഹ്യൂജ്. അങ്ങനെ ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിന് 1I എന്ന പേരിട്ടു, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ്. പിന്നീടാണ് ഈ ഒമു എന്നുള്ള പേര് കൊടുക്കുന്നത്. സോ ബഹിരാകാശത്തെ ഇതിൻ്റെ പൊസിഷൻ വെച്ച് ഇതെവിടുന്ന് വന്നിരിക്കാം എന്ന ട്രജക്ടറി കണ്ടെത്താൻ നമ്മുടെ ഫിസിക്സിലെ നിയമങ്ങളും നമ്മുടെ ടെക്നോളജിയും സഹായിച്ചു. ഹവായിലെ പാൻസ്റ്റാർസ് 1, ചിലിയിലെ USOയിലെ ടെലസ്കോപ്പ്, ഈ ടെലസ്കോപ്പുകളിൽ നിന്നിട്ടുള്ള ഒബ്സർവേഷൻസ്, അത് ഒറ്റൊരു ദിവസം കൊണ്ടൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളും ആഴ്ചകളും എടുത്തിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഈ ട്രജക്ടറി കണ്ടുപിടിച്ചത്. ഇതെത്ര നാളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്നുള്ള വിവരമൊന്നും നമുക്കറിയില്ല. 2017 തുടക്കത്തിൽ ലൈറ കോൺസ്റ്റലേഷൻ്റെ ഭാഗത്ത് നിന്നാവണം ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് കയറിയിട്ടുണ്ടാവുക എന്നാണ് കണക്കാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കേട്ടോ ഇത്. അങ്ങനെ യാത്ര ചെയ്ത് സെപ്റ്റംബർ 9, 2017 ഒമു സൂര്യൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് പോയിന്റിലെത്തി, അതായത് പെരീലിയനിലെത്തി. ഇനി പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ ഒമു ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, അതായത് ഒമുവിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് തുടങ്ങി. ആക്സിലറേറ്റ് ചെയ്തു എന്ന് ഉറപ്പിച്ചെങ്ങനെ പറയാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഇപ്പോൾ ഇന്ന് 4 മണിക്ക് ഇതിവിടെയും, നാളെ 4 മണിക്ക് ഇവിടെയും, മറ്റന്നാൾ 4 മണിക്ക് ഇവിടെയാണെങ്കിൽ ഫോർ ഷുവർ അത് ഈ ഭാഗത്തേക്ക് പോകാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയപ്പോൾ തൊട്ട് ലോകത്ത് എവിടെയൊക്കെ ടെലസ്കോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഡേറ്റ കളക്ട് ചെയ്ത് ഏതൊക്കെ ദിവസം ഏതൊക്കെ ലൊക്കേഷനിൽ എങ്ങനെയൊക്കെ ഈ വസ്തു കാണപ്പെട്ടു എന്ന് അനലൈസ് ചെയ്തു. ഇൻഫാക്ട് ഇതിൻ്റെ പാത്ത് റീകൺസ്ട്രക്ട് ചെയ്തപ്പോഴത്തേക്കാണ് ഹവായിൽ ഇതിനെ കണ്ടുപിടിക്കുന്നതിന് 5 ദിവസം മുമ്പ് ഒക്ടോബർ 14 ഈ 33 മില്യനേക്കാളും അടുത്ത ഡിസ്റ്റൻസിൽ ഒമു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതപ്പോൾ ആരും ഒബ്സർവ് ചെയ്യുകയോ നോട്ട് ചെയ്യുകയോ ചെയ്തില്ല.
അങ്ങനെ മുമ്പുള്ള ഡേറ്റാസ് എല്ലാം അനലൈസ് ചെയ്ത് നിന്നിട്ടാണ് ഓമു ആക്സിലറേറ്റ് ചെയ്യുകയാണെന്ന് കൺഫേം ചെയ്ത്. വലുതായിട്ട് സ്പീഡ് കൂടിയൊന്നുമല്ല, എന്നാലും അതെ അത്യാവശ്യം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പാകത്തിന് സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീഡ് കൂടിയത് കൺഫേം ചെയ്തപ്പോൾ ആദ്യത്തെ അസംഷൻ വാസ് ഓമു ഒരു കോമറ്റ് ആയിരിക്കുമെന്ന്. കാരണം നമുക്കറിയാവുന്നതിൽ വെച്ച് കോമറ്റ് എന്ന സെലസ്റ്റിയൽ വസ്തുവിന് അതിൻ്റെ സർഫസിൽ പല സബ്സ്റ്റൻസുകളും ഫ്രോസൺ സ്റ്റേജിലുണ്ടാവും. എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസായിട്ട്, കാർബൺ മോണോക്സൈഡിൻ്റെ ഐസ്, മെത്തനോളിൻ്റെ ഐസ്, മീഥേൻ, അമോണിയ, ഇതിൻ്റെയൊക്കെ ഫ്രോസൺ ഫോം കോമറ്റുകളുടെ സർഫസിലുണ്ടായിരിക്കും. ഈ കോമറ്റുകൾ സൂര്യൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സർഫസിലുള്ള സോളിഡ് ഗ്യാസ് ആയിട്ട് മാറും. സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ. അതാണ് നമ്മൾ വാൽനക്ഷത്രത്തിൽ കാണുന്ന വാല്. ഈ വാല് ബേസിക്കലി പറഞ്ഞ പോലെ ഐസ് ഗ്യാസ് ആയിട്ട് മാറുന്നതാണ്. അത് എത്ര റേറ്റിൽ സംഭവിക്കുന്നോ അതിനനുസരിച്ചിട്ട് ഒരു ജെറ്റ് പ്രൊപ്പൽഷൻ പോലെ കോമറ്റിന് സ്പീഡ് കൂടാം. അതുപോലെ സ്പീഡ് കൂടിയതാകാം എന്ന് വെച്ചിട്ട് ഒമുവിനെ കോമറ്റ് ആണെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ നടത്തിയ ഒരു ഒബ്സർവേഷനിലും ഒമുവിന് ഒരു വാല് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ കോമറ്റിനെ പോലെ ഗ്യാസ് ഒന്നും പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യാതെ ഈ സാധനം എങ്ങനെ സ്പീഡ് കൂട്ടി? അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ലാത്തതായിരുന്നു കോൺസ്പിറസികൾക്ക് തുടക്കം കുറിച്ച മിസ്റ്ററി. കൺവിൻസിംഗ് ആയ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അത് പറയാം. പക്ഷെ അതിനു മുമ്പ് ഒമുവിൻ്റെ ഷേപ്പ് കൂടി നോക്കാം. ഷേപ്പിലൊക്കെ എന്തിരിക്കുന്നു എന്ന് തോന്നാം, പക്ഷേ ഒമുവിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്ന രീതിയും ഷേപ്പും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒമുവിനെ പറ്റുന്ന എല്ലാ ടെലസ്കോപ്പുകളിൽ നിന്നും കിട്ടുന്ന ഡേറ്റ വെച്ച് നോക്കുകയാണ്. നോക്കി തുടങ്ങിയ സമയത്ത് ഒമു നല്ല ബ്രൈറ്റ് ആയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രൈറ്റ്നെസ് നല്ല കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിക്കൂറിൽ 10% വെച്ചിട്ട് കുറഞ്ഞു. നമ്മളെങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? പ്രകാശം ആ വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിൽ വീഴുന്നതാണ്. ഇപ്പം ടെലസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യുകയാണെങ്കിലും അതേ പ്രിൻസിപ്പിളാണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിന് പകരം ടെലസ്കോപ്പിലെ ലെൻസ്. അപ്പോൾ ആദ്യം എത്ര ഭാഗം ഏരിയ നമ്മൾ കണ്ടോ അതിനേക്കാളും ഏരിയ കുറവായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ഒമുവിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ. അതായത് ഒരു ഭാഗം വലുതും വേറൊരു ഭാഗം ചെറുതുമായിരുന്നിരിക്കണം. നമ്മളൊരു പേപ്പറിൻ്റെ ഫ്രണ്ട് പോർഷനും സൈഡ് പോർഷനും കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ പോർഷനും കാണുന്ന പോലെ. അത് പോരാഞ്ഞിട്ട് 7 മണിക്കൂറിലൊക്കെ ഇത്രയും വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ വേഗത്തിൽ ഈ സൈഡുകൾ തമ്മിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. വിച്ച് മീൻസ് ദാറ്റ് ഒമു വളരെ വേഗത്തിൽ റൊട്ടേറ്റും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും സാധാരണ റൊട്ടേഷനും കൂടെ ഒന്നുമല്ല, തകിടം മറിഞ്ഞ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സ്ട്രീം ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്സിൻ്റെ വേരിയേഷൻസും സാധാരണ നമ്മൾ ആസ്ട്രോയിഡിലും കോമറ്റിലും കാണുന്നതിനേക്കാളും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒമുവിന് ഒരു അൺയൂഷ്വൽ ഷേപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായില്ല. സോ ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ വ്യത്യാസം വെച്ചിട്ട് സയൻറ്റിസ്റ്റ് കൺക്ലൂഡ് ചെയ്തു ദാറ്റ് ഒമുവിൻ്റെ ഷേപ്പ് നീളമുള്ള ഒരു സിഗാർ ഷേപ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പാൻ കേക്ക് പോലെ ഫ്ലാറ്റ് ആയിരിക്കണം, ഒരു ഡിസ്ക് ഒക്കെ പോലെ എന്ന് പറയാം. മോസ്റ്റ് അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് ലോങ് ആൻഡ് തിൻ ആണെന്നാണ്. ഏകദേശം നീളം 800 മീറ്ററും വീതി 80 മീറ്ററും. ഇനി നമുക്ക് മിസ്റ്ററീസിൻ്റെ തിയറീസിലോട്ട് പോവാം. ലൈക്ക് ഐ സെഡ്, സ്പീഡ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. 2 എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒമു ഒരു കോമറ്റ് തന്നെയാണ്, ഗ്യാസ് ഇജക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ നമ്മളത് ഒബ്സർവ് ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിലുള്ളൊരു വസ്തു അല്ലെന്നല്ലേ നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിലെ കോമറ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുമോ, നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിലെ കോമറ്റുകളിൽ എന്തൊക്കെ കോമ്പോസിഷൻ ഉണ്ടോ അതൊക്കെ തന്നെ ആയിരിക്കും ഒമുവിലും ഉള്ളത് എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഒമു വന്ന സ്റ്റാർ സിസ്റ്റം എങ്ങനെയാണോ ഫോം ചെയ്തത്, അവിടുത്തെ വസ്തുക്കൾ എങ്ങനെയാണോ ഉള്ളത്, അതിനനുസരിച്ചിട്ടുള്ള കോമ്പോസിഷൻ ആയിരിക്കും ഒമുവിനുള്ളത്. അപ്പം ഒമു മേ ബി കോമറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് വന്ന സമയത്ത് ഗ്യാസിനെ ഇജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. നമുക്കത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അത് ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ. മറ്റൊരു തിയറിയാണ് ഒമു ഒരു കോമറ്റ് അല്ലെങ്കിൽ ആസ്ട്രോയിഡിന് എന്തായാലും സ്പീഡ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കോമറ്റും അല്ല ആസ്ട്രോയിഡും അല്ല എങ്കിൽ ഇങ്ങനെ ഒരു വസ്തുവിന് സ്പീഡ് കൂടാനുള്ള സാധ്യത എന്തായിരിക്കും? ആരെങ്കിലും സ്പീഡ് കൂട്ടിയിരിക്കണം. സോ ദ തിയറി ഗോസ് ദാറ്റ് ഒമു ഏതോ ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ നിർമ്മിച്ച സ്പേസ് ഷിപ്പ്. അതിൽ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇനി ആളില്ലെങ്കിൽ അതെവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നു എന്നും തിയറിയില്ല. പക്ഷേ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട്
മെജോറിറ്റി ആൾക്കാരും ഒമുവിനെ പറ്റി വിശ്വസിക്കുന്നത് ഒമു ഈസ് ആൻ ഏലിയൻ സ്പേസ്ഷിപ്പ്. ഈ തിയറി ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയ ഒരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, സ്ക്രീനിൽ എഴുതി കാണിക്കാം. പുള്ളി പറയുന്ന ഒരു അടിപൊളി തിയറി ഉണ്ട്. നമുക്ക് അറിയാവുന്ന സ്പേസ് ക്രാഫ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ ഉപയോഗിച്ച് പ്രൊപ്പൽ ചെയ്ത് പോകുന്നതാണ്. അതല്ലാതെ ഫ്യൂവലിന് പകരം നമുക്ക് ട്രജക്ടറി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പേസ് ക്രാഫ്റ്റിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സെയിൽ വെക്കും, വലിയ സെയിൽ വെക്കും. ഈ സെയിലിൽ സോളാർ റേഡിയേഷൻ വന്ന് തട്ടുന്ന സമയത്ത് ആ പ്രഷറിലായിരിക്കും സ്പേസ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ആ ടെക്നോളജിയുടെ പേരാണ് സോളാർ സെയിൽ. നമ്മുടെ ഇസ്രോ പോലെ ജപ്പാനിലെ സ്പേസ് ഏജൻസിയാണ് ജാക്സ. ജാക്സ 2010 ഈ പറയുന്ന ടെക്നോളജി, സോളാർ സെൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോരാതെ 2015, 2019 പ്രൈവറ്റ് ഡൊണേഷൻസ് ഫണ്ട് ചെയ്ത് പ്ലാനറ്ററി സൊസൈറ്റിയും സോളാർ സെൽ ടെക്നോളജീനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ മിഷൻസിലും, ഫോർ എക്സാമ്പിൾ നാസ നിയർ എർത്ത് ആസ്ട്രോയിഡ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സോളാർ സെൽ ടെക്നോളജി ഉപയോഗിക്കാനുള്ള പരിശ്രമത്തിലാണ്. സോ ദ തിയറി ഗോസ് ദാറ്റ് സോളാർ സെൽ ടെക്നോളജി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതോ സ്റ്റാർ സിസ്റ്റത്തിലുള്ള ഏതോ പ്ലാനറ്റിലെ ഒരു സിവിലൈസേഷൻ ഈ സോളാർ സെൽ ടെക്നോളജി ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കാം. ആ ടെക്നോളജി ഉപയോഗിച്ചായിരിക്കാം ഒന്ന് വർക്ക് ചെയ്ത് സ്പീഡ് കൂട്ടിയത് എന്നാണ് തിയറി. പുള്ളി ഈ ടെക്നോളജിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് വരയ്ക്കും ഇത് സാധാരണ ഒരു എന്ത് കിട്ടിയാലും ഏലിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന വെറും ഒരു കോൺസ്പിറസി ആയിരുന്നു ഇത്. പുള്ളി ഈ സോളാർ സെൽ ടെക്നോളജീനെ പറ്റി പറഞ്ഞതിന് ശേഷം ഒരുപാട് ആരാധകരുണ്ട് ഒമു ഒരു സ്പേസ് ഷിപ്പ് ആണെന്ന തിയറിക്ക്. ഒമു ഇപ്പം ഈ പരിസരത്തൊന്നും ഇല്ല. 2018 ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്രയും അകലത്തിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെഗസിസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ നേരെയാണ്. ഇത് വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും ഒമുവിനെ പറ്റി പഠിക്കാൻ പറ്റിയില്ല. ബട്ട് നമ്മൾ രേഖപ്പെടുത്തിയത് കൊണ്ട് ഇറ്റ് വിൽ ഓൾവേസ് ബി നെയിംഡ് ആസ് ദി ഫസ്റ്റ് ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ്. രണ്ടാമതൊരു ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനെ കണ്ടുപിടിച്ച കേട്ടോ, 2I ബോറിസോവ് എന്ന് വിളിക്കും അതിനെ. പക്ഷെ അതിനെപ്പറ്റി ആരും അധികം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്നെ മതി. അധികം സയൻസ് ഇല്ലാതെ എന്നാൽ സയൻസും മിസ്റ്ററിയൊക്കെ ചേർത്തിട്ട് ഒമുവിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ലെറ്റ് മീ നോ വാട്ട് യു ഗൈസ് തിങ്ക്. ഒമു ഒരു പാറക്കഷ്ണമാണോ അതോ ഒരു ഇൻ്റലിജൻറ്റ് സ്പേസ് ഷിപ്പ് ആയിരിക്കുമോ? ലെറ്റ് മീ നോ. അടുത്ത് ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാൻ പറ്റട്ടെ. അതുവരയ്ക്കും സ്റ്റേ സേഫ്, സ്റ്റേ കൈൻഡ്.